കാറ്റത്തി കിളിക്കൊള്ളി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ഭാസ്കരനാണെങ്കിൽ നമ്മൾ ബീച്ചിലിരുന്ന് മദ്യം വെക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ 2 പോലീസുകാരൊക്കെ വന്നിട്ടാണെങ്കിൽ നമ്മളെ ഭാസ്കരനെ കസ്റ്റഡിയിലൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഭാസ്കരനാണെങ്കിൽ കിടന്ന് ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കേട്ടിട്ട് നമ്മളെ നികേഷാണെങ്കിലും നമ്മളെ സുഭാഷേട്ടനൊക്കെ ഓടി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ സുധീഷാണെങ്കിൽ നിധിയെടുത്ത് പ്രണയം പറയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. അങ്ങനെ നമ്മളെ സുഭാഷേട്ടനൊക്കെ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പം പോലീസ് പറയുന്നത് ഈ ഒരു പൊതുസ്ഥലത്തിരുന്നാണ് മദ്യം വെക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ സുഭാഷേട്ടനെ ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സുഭാഷേട്ടൻ പറയുന്നുണ്ട്, സാറേ എൻ്റെ അച്ഛനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഇത് ആവർത്തിക്കത്തില്ല, ആൾക്ക് അറിയാതെ പറ്റിപ്പോയതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോലീസുകാരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ സുഭാഷേട്ടൻ പറയുന്നുണ്ട്, ഞങ്ങൾ അച്ഛനും മക്കളും ഒക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് പോലീസ് ചോദിക്കുന്നുണ്ടോ, കുടുംബമായിട്ട് വന്നിട്ടാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെ ഭാസ്കരനെ പോലീസുകാർ വെറുതെ വിടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നിധിക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് നിധി ചോദിക്കുന്നുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാലോ, ഈ ഒരു പൊതുസ്ഥലത്തിരുന്ന് മദ്യം വെക്കരുത് എന്നുള്ള കാര്യം മാത്രം അറിയത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ ഭാസ്കരനെ വഴക്ക് പറയുകയൊക്കെ ചെയ്യും. അങ്ങനെ പിന്നെ അവരെല്ലാവരും കൂടെ വീട്ടിലോട്ട് വരുന്നുണ്ട് കേട്ടോ. വീട്ടിൽ വരുന്ന സമയത്ത് നമ്മളെ ഭാസ്കരൻ കയറി അങ്ങ് പോയി അവിടെ പുറത്തിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ നികേഷ് ആണെങ്കിൽ വന്നിട്ട് നമ്മളെ ഭാസ്കരൻ ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട്. ഇയാൾ കാരണമാണ് ഈ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്, ബീച്ചിൽ ഇരുന്ന് ഇങ്ങനെ കള്ളു കുടിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങളൊരു നല്ലൊരു ഈവനിങ് വൈബാണ് നശിപ്പിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഭാസ്കരന് ദേഷ്യം വന്നിട്ട് ഭാസ്കരൻ പറയുന്നുണ്ട്, നീ ആരാടാ ഞങ്ങൾ എൻ്റെ വീട്ടിൽ കയറി വന്നിരുന്നിട്ട് എന്നെ ഭരിക്കാൻ വേണ്ടി വരുമെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ നികേഷിനാണെങ്കിൽ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ സുധീഷാണെങ്കിൽ പറയുന്നത്, നമ്മളെ സുധീഷാണെങ്കിലും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഭാസ്കരൻ്റെ അടുത്ത്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ ഭാസ്കരൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ പറഞ്ഞുകൂടായിരുന്നോ, ഞാൻ നിങ്ങളെ ആരും അല്ലെന്നൊക്കെ പറഞ്ഞുകൂടായിരുന്നോ, നിങ്ങൾ എന്തിനാ പിന്നെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ആണെങ്കിൽ നമ്മളെ സുഭാഷ് ചേട്ടൻ പറയുന്നത്, നിങ്ങൾ വാ നമുക്ക് അകത്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ സുഭാഷ് ചേട്ടനാണെങ്കിൽ നമ്മളെ സുധീഷിനെയൊക്കെ വിളിച്ച് അകത്ത് കൊണ്ടുവന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നിധിയാണെങ്കിൽ ഭാസ്കരൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, എല്ലാവരുമായിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയല്ലേ നിങ്ങളെയും വിളിച്ചുകൊണ്ട് പോയത്, എന്തായാലും അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നിധി പറയുന്നുണ്ട്, ഇനി എവിടെ പോകാനും ഞാൻ നിങ്ങളെ വിളിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഭാസ്കരൻ പറയുന്നുണ്ട്, ഞാനും ഇനി നിങ്ങളെ കൂടെ എവിടെയും വരുന്നില്ല എന്നൊക്കെ ഭാസ്കരൻ പറഞ്ഞിട്ട് നമ്മളെ നിധിയാണെങ്കിൽ അങ്ങ് അകത്തോട്ട് പോകുന്നുണ്ട്. പിറ്റേന്ന് ദിവസം ആണെങ്കിൽ നമ്മളെ നികേഷ് ആണെങ്കിൽ അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ സുധീഷ് ആണെങ്കിൽ നമ്മളെ നിധിയുടെ സ്കൂട്ടി എടുത്ത് അവിടെ കിടന്ന് ഇങ്ങനെ റൗണ്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നിധി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നികേഷ് പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല ഏട്ടത്തി, ലൈസൻസ് ഇല്ലാത്തതല്ലേ, അപ്പോൾ അതുകൊണ്ട് ബോറടിക്കുന്നതായിരിക്കും, അതായിരിക്കും ഇങ്ങനെ കിടന്ന് കാണിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ സുധീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇതെന്താ കാണിക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്ക് സുധീഷ് പറയുന്നുണ്ട്, അല്ല എനിക്ക് പുറത്തോട്ടൊക്കെ പോകാനാണെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ ലൈസൻസ് ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബോറടിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ വണ്ടി ഓടിക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ വണ്ടി ഓടിക്കുന്നതെന്നൊക്കെ നമ്മളെ സുധീഷ് ആണെങ്കിൽ വണ്ടിയിൽ നിന്ന് മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് നമ്മളെ നികേഷ് ആണെങ്കിൽ നിധിയോടാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ സുധീഷ് ആണെങ്കിൽ വന്നിട്ട് നിധിയെടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ കിടന്ന് ചിരിക്കേണ്ട ആവശ്യമുണ്ടോ, നിധിക്കാണെങ്കിൽ വണ്ടി ഓടിക്കാനൊന്നും അറിയത്തില്ലല്ലോ, ഈ വണ്ടി വെറുതെ ഇവിടെ ഇരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നിധിയെ കുറേ കളിയാക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മളെ നിധിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. നിധി പറയുന്നുണ്ട്, ആര് പറഞ്ഞു എനിക്ക് വണ്ടി ഓടിക്കാനൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സുധീഷിൻ്റെ അടുത്ത് വാശിയാലും നിധി വണ്ടി എടുത്ത് ഓടിക്കാനൊക്കെ പോകുമ്പോൾ നിധിക്കാണെങ്കിൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ നിധിയാണെങ്കിൽ സുധീഷിൻ്റെ അടുത്ത് പറയും, അത് നിങ്ങളൊന്ന് ബാക്കിലിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളെ സുധീഷാണെങ്കിൽ കേൾക്കേണ്ട താമസം മനസ്സിൽ എടുപൊട്ടിയാണെങ്കിൽ സുധീഷാണെങ്കിൽ വണ്ടിയുടെ ബാക്കിൽ കയറിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും അവൾ എന്നെ വണ്ടിയുടെ ബാക്കിൽ കയറി ഇരിക്കാനൊക്കെ പറഞ്ഞല്ലോ, എന്നൊരു സമാധാനമൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ സുധീഷാണെങ്കിൽ നിധിയെ വണ്ടി ഓടിച്ചൊക്കെ പഠിപ്പിച്ച് 2-3 റൗണ്ടൊക്കെ അവർ ഓടിച്ചിട്ട് വണ്ടി കൊണ്ടൊക്കെ തിരിച്ച് വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം നമ്മളെ നിധിയും നികേഷും കൂടെ ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ ബസ് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മളെ നീതുവിൻ്റെ ചേട്ടൻ അവിടെ നിന്നിട്ടാണെങ്കിൽ നമ്മളെ നിധിയെ ഒരുപാട് കളിയാക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. 5 ആണുങ്ങളുള്ള വീട്ടിലല്ലേ നീ താമസിക്കുന്നത്, അപ്പോൾ നിൻ്റെ സ്വഭാവം എത്രമാത്രം നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ നിധി ഒരുപാട് കളിയാക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മളെ നികേഷിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ നികേഷാണെങ്കിൽ നമ്മളെ നീതുവിൻ്റെ ചേട്ടനെ അടിക്കാൻ വേണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നിധിയാണെങ്കിൽ പിടിച്ച് തടഞ്ഞൊക്കെ നിർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ നികേഷ് പറയുന്നുണ്ട്, എന്തായാലും ഇത് ഞാൻ സുധീഷ് ചേട്ടൻ്റെ അടുത്ത് പറയുമെന്നൊക്കെ പറയുന്ന സമയത്ത് നിധി പറയുന്നുണ്ട്, ഇല്ല വേണ്ടടാ ഒന്നും പറയുകയൊന്നും ചെയ്യല്, കാര്യം ഇപ്പോൾ സുധീഷ് ഒന്നാമത് ലൈസൻസ് ഒക്കെ ഇല്ലാതെ വീട്ടിലിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിധി പറയുന്നുണ്ട്, നീ എനിക്കൊരു സത്യം ചെയ്ത് തരണമെന്നൊക്കെ നമ്മൾ നികേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. നിധി പറയുന്നുണ്ട്, നീ അത് വീട്ടിൽ പോയി പറയത്തില്ലെന്ന് എനിക്ക് സത്യം ചെയ്ത് തരണമെന്നൊക്കെ പറയുന്നുണ്ട്. അവൻ എന്നെയല്ലേ പറയുന്നത്, അവൻ പറഞ്ഞിട്ട് പൊയ്ക്കോട്ടെ, അവനൊരു ഗുണ്ടയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണിച്ചിട്ടാണെങ്കിൽ നമ്മളെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.